ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് പ്ലസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ സഭയിലെ മെമ്പേഴ്സിനെ കുറിച്ച്, ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്, അത് എങ്ങനെയൊക്കെയായിരുന്നു, എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനയുടെ രൂപീകരണവും ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും സബ് കമ്മിറ്റികളും ചെയർമാൻമാരെ കുറിച്ചുമാണ്. ഈ ഭാഗത്തു നിന്ന് 1 മാർക്ക് ഉറപ്പാണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും റെഡിയല്ലേ? സെറ്റല്ലേ? നമുക്ക് വേഗത്തിൽ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു നിർത്തിയത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ സെഷനുകളാണ്. ആകെ 11 സെഷനുകളായി ഉണ്ടായിരുന്നത്. 11ാമത്തെ സെഷൻ 1949 നവംബർ 14 മുതൽ 26 വരെയായിരുന്നു. ഫസ്റ്റ് സെഷൻ എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ ഡിസംബർ 9 മുതൽ 23 വരെയായിരുന്നു. 1946 ഡിസംബർ 9 മുതൽ 23 വരെയായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഫസ്റ്റ് സെഷൻ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസം. ഞാൻ 2 ഗൈഡുകളാണ് നോക്കുന്നത് ഈ ക്ലാസ് ചെയ്യുന്ന സമയത്ത്. ലക്ഷ്യ ആൻഡ് റേ, അതിൽ രണ്ടിലും പറയുന്നത് 2 വർഷം 11 മാസം 18 ദിവസം എന്നാണ്. എന്നാൽ നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ 7ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിൽ 3ാമത്തെയോ അല്ലെങ്കിൽ 4ാമത്തെയോ ചാപ്റ്ററിൽ പറയുന്നുണ്ട് 2 വർഷം 11 മാസം 17 ദിവസം എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് SCERT ബേസ് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. ആ സമയം വെച്ച് നോക്കുമ്പോൾ 2 വർഷം 11 മാസം 17 ദിവസമാണ്. സാധാരണ PSC കൊടുക്കുന്ന ഓപ്ഷനിൽ 17 ദിവസവും 18 ദിവസവും കൊടുക്കാറില്ല, ഏതെങ്കിലും ഒന്നേ കൊടുക്കാറുള്ളൂ. PSC ചില ഉത്തരസൂചികൾ 17 ദിവസം എന്ന് കൊടുക്കാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ 17 ദിവസം എന്ന് ബബിൾ ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ, അല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 18 ദിവസമാണെങ്കിൽ നിങ്ങൾ അത് ബബിൾ ചെയ്യുക. ഓക്കെ, രണ്ടും കൂടെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിക്കരുത്. കാരണം PSC ശരിക്കും SCERT പാഠപുസ്തകമാണ് PSC ബേസ് ചെയ്യുന്നത്. അതുകൊണ്ട് SCERT പാഠപുസ്തകത്തിൽ പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം എന്നതാണ്. ഓക്കെ, ഭരണഘടനാ നിയമനിർമ്മാണത്തിന് ചെലവായ സംഖ്യ ചോദിച്ചാൽ 64 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടാണ് നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണം നടത്തിയത്. പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1948 ഫെബ്രുവരി 28-നാണ് പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്. ഭരണഘടനയുടെ പൂർണ്ണരൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4-നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പൂർണ്ണരൂപം അവസാനമായിട്ട് അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ദിവസം 1949 നവംബർ 14-നാണ്. ഭരണഘടനയെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ച ദിവസം ചോദിച്ചാൽ 1949 നവംബർ 26. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് 4 ദിവസങ്ങളാണ്. ഏതൊക്കെയാണ്? 1948 ഫെബ്രുവരി 28-ന് ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ഭരണഘടനയുടെ പൂർണ്ണ രൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ്. ഈ ദിവസം പ്രധാനപ്പെട്ട 2 ദിനങ്ങളായി ആചരിക്കുന്നുണ്ട്. ഒന്ന് ദേശീയ
നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. അതേപോലെ തന്നെ ദേശീയ ക്ഷീര ദിനമായി ആചരിക്കുന്നതും നവംബർ 26 ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് നവംബർ 26. അതുകൊണ്ടാണ് ദേശീയ ക്ഷീര ദിനമായി ഈ ദിവസം ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്ന്. 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 26 ആ ദിവസം തന്നെയാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം തന്നെയായിരുന്നു നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമായിരുന്നു 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? 395 ആർട്ടിക്കിൾസ്, 8 ഷെഡ്യൂളുകൾ, 22 പാർട്ടുകൾ. ഇവയായിരുന്നു 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ എത്ര ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്? 470 ആർട്ടിക്കിൾസ്, 12 ഷെഡ്യൂൾസും 25 പാർട്ടുകളുമാണ് നിലവിൽ നമ്മളുടെ ഭരണഘടനയിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച വർഷം? 1949. ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച വർഷം ചോദിച്ചാൽ അവിടെ നമ്മൾ എഴുതേണ്ട ഉത്തരം 1949. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ആരും തെറ്റിക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്? 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. അതേ ദിവസം തന്നെയാണ് നമ്മുടെ ദേശീയ ഗീതത്തെയും ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26 ദേശീയ കലണ്ടർ അംഗീകരിച്ചത് 1957 മാർച്ച് 22 ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. അതേപോലെ തന്നെ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ്, ഓർമ്മയിൽ സൂക്ഷിക്കുക. വസന്ത് കൃഷ്ണൻ വൈദ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണൻ വൈദ്യ. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആര് എന്നുള്ള ചോദ്യം എപ്പോഴും PSC ചോദിക്കുന്നതാണ്. നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ കമ്മിറ്റികളും പ്രധാന കമ്മിറ്റികളും സബ് കമ്മിറ്റികളുമാണ്. വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ മാത്രം നമുക്ക് എടുത്ത് പഠിക്കാം. ഭരണഘടനാ നിർമ്മാണത്തിന്റെ വിവിധ ചുമതലകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഭരണഘടനാ അസംബ്ലി നിരവധി കമ്മിറ്റികളെ നിയോഗിച്ചു. അതിൽ 8 പ്രധാന കമ്മിറ്റികളും ബാക്കിയുള്ളവ മൈനർ കമ്മിറ്റികളുമായിരുന്നു. നമുക്കിവിടെ കമ്മിറ്റികളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും ചില കമ്മിറ്റികൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെയും ചെയർമാൻമാരെ
കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രധാനപ്പെട്ട 8 കമ്മിറ്റികളുടെ ചെയർമാൻമാർ ആരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. യൂണിയൻ ഭരണഘടനാ സമിതി ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവർ കമ്മിറ്റിയുടെയും യൂണിയൻ ഭരണഘടനാ സമിതിയുടെയും കൂടാതെ സംസ്ഥാന സമിതി, ആ സമിതി എന്തിനാണെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തുന്നതിനുള്ള സമിതിയായിരുന്നു സംസ്ഥാന സമിതി. ഈ 3 കമ്മിറ്റികളുടെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഏതൊക്കെ കമ്മിറ്റികളുടെ ചെയർമാൻ ആയിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് ചോദിച്ചാൽ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന സമിതി. സംസ്ഥാന സമിതി എന്തിനുള്ളതായിരുന്നു? സംസ്ഥാനങ്ങളിൽ ചർച്ച നടത്തുന്നതിനായുള്ള സമിതിയാണ് സംസ്ഥാന സമിതി. ഈ 3 കമ്മിറ്റികളുടെയും ചെയർമാനായിരുന്നു ജവഹർലാൽ നെഹ്റു. സെറ്റായല്ലോ. ജവഹർലാൽ നെഹ്റു ചെയർമാനായിരുന്ന വളരെ പ്രധാനപ്പെട്ട 3 കമ്മിറ്റികളാണ് യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, അതേപോലെ തന്നെ സംസ്ഥാന സമിതി. ഇനി നമുക്ക് നോക്കേണ്ടത് സർദാർ വല്ലഭായ് പട്ടേൽ ഏതൊക്കെ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു? പ്രവിശ്യ ഭരണഘടനാ സമിതി, അതേപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, ന്യൂനപക്ഷ, ആദിവാസി, ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശക സമിതിയുടെ ചെയർമാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. കൺഫ്യൂഷൻ ആവല്ലേ. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയുടെയും ന്യൂനപക്ഷ, ആദിവാസി, ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശക സമിതിയുടെയും ചെയർമാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെയും ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. കൺഫ്യൂഷനായോ? ഒന്നുകൂടെ പറയാം. പ്രവിശ്യ ഭരണഘടനാ സമിതി, അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള സമിതി, ന്യൂനപക്ഷങ്ങൾ, ആദിവാസി, ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഉപദേശക സമിതിയുടെയും ചെയർമാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ചാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 2 കമ്മിറ്റികളുടെ ചെയർമാനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. കാരണം ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് 8 മെയിൻ കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരെ കുറിച്ചാണ്. ഈ 8 മെയിൻ കമ്മിറ്റികളെയും സഹായിക്കാനായി ഉപസമിതികൾ ഉണ്ടായിരുന്നു. മൗലികാവകാശ ഉപസമിതിയുടെ ചെയർമാനായിരുന്നു JB കൃപലാനി. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നെങ്കിൽ അതിന്റെ ഉപസമിതിയുടെ ചെയർമാനായിരുന്നു JB കൃപലാനി. ന്യൂനപക്ഷ ഉപസമിതിയുടെ ചെയർമാൻ HC മുഖർജിയായിരുന്നു. ഇവിടെ നമ്മൾ എടുത്തു പഠിക്കേണ്ട ഒരു കമ്മിറ്റിയുണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. 1947 ഓഗസ്റ്റ് 9 രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനാ അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. 1947 ഓഗസ്റ്റ് 9 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഈ കമ്മിറ്റിയെയാണ് പുതിയ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ കരട് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരിയിലാണ്. വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി പരിഗണിച്ചതിനു ശേഷം ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി
ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ എടുത്ത സമയം 141 ദിവസം മാത്രമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായിരുന്നു. പിന്നെ മറ്റ് മെമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാം. N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള. വേറെ 2 പേര് പകരക്കാരായിട്ട് വന്നതാണ്. BL മിത്തലിന്, അതായത് BL മിത്തൽ അസുഖം കാരണം രാജിവെച്ചു. അതിന് പകരക്കാരനായിട്ട് വന്ന ആളായിരുന്നു N മാധവറാവു. 1948 അന്തരിച്ച DP ഖൈതാന് പകരം വന്ന ആളാണ് TT കൃഷ്ണമാചാരി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായിരുന്നു. N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, TT കൃഷ്ണമാചാരി. N മാധവറാവു അസുഖം കാരണം രാജിവെച്ച BL മിത്തലിന് പകരമായിട്ട് നിയോഗിച്ച വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ TT കൃഷ്ണമാചാരി 1948 അന്തരിച്ച TP ഖൈതാന് പകരം വന്ന വ്യക്തിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7 പേരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മജ്നു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഒരു 3 പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചവർ. ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വെയർ ആണ്. KC വെയർ. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വെയർ ആണ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ്. ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ്. എക്സ്ട്രീംലി ഫെഡറൽ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് പൗൾ ആപ്ലബി. നിയമജ്ഞരുടെ പർദീസ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഐവർ ജെന്നിങ്സ്. ഐവർ ജെന്നിങ്സ് ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്നും ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളും അതിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് പഠിക്കണം, ഷെഡ്യൂൾസ്. അതേപോലെ തന്നെ മുഴുവനായിട്ട് നമുക്ക് പഠിച്ചെടുക്കണം. അത് തുറന്നുള്ള ക്ലാസ്സുകളിൽ നൽകുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ ലഭിക്കാൻ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയുള്ള മോക്ക് ടെസ്റ്റ്, GFORMലൂടെയുള്ള മോക്ക് ടെസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ആ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. ക്ലാസ് പബ്ലിഷ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം മാത്രമേ എക്സാം നടത്തുകയുള്ളൂ. അന്ന് മാത്രമേ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുള്ളൂ. ഓക്കെ, എല്ലാവരും സെറ്റല്ലേ? ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റിക്വസ്റ്റ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ, സീ യു സൂൺ.